ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്തിനാണ് ഈ എന്റെ ഫോണിന്റെ അഡാപ്റ്റർ? അത് പിന്നെ ഞാനിങ്ങനെ റീൽസ് ഇങ്ങനെ ഞൊണ്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴേ അതിനകത്ത് ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് ഈ ഐഫോണിന്റെ ഈ അഡാപ്റ്ററും പിന്നെ വേറെന്തോ സാധനം അതിൽ കൂടെ കുത്തി അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കഴിയുമ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടാവും അങ്ങനെ എടുത്തോണ്ട് പോയി. അല്ല ചേച്ചിയുടെ അഡാപ്റ്റർ ഞാൻ എടുത്തെന്ന് പറഞ്ഞ ഒരുമാതിരി ബൂർച്ച വർത്താനം എന്നോട് പറയല്ലേട്ടാ. വർത്താനം പറഞ്ഞ നീ എന്ത് ചെയ്യണം? മരത്തലയാ എന്താ മരത്തലേനെ മരത്തല അവിടെ അളിയായി മരത്തലേ എന്ത് എന്റെ ഫോണിന്റെ അഡാപ്റ്റർ കാണാനില്ല, അത് ഇവൻ എടുത്തോ ഇവൻ പറയുന്നുണ്ട്. എന്നാ പിന്നെ ആ സാധനം അവിടെ അഡാപ്റ്റർ എടുത്തേക്ക് കൊടുക്കടാ. അയ്യോ ഞാൻ തിരിച്ചുവിടുന്ന് വെച്ചിട്ട് മണിക്കൂറൊന്നായി. ആ വെച്ചല്ല പിന്നെന്താ കുഴപ്പം? അമ്മ ഇല്ല അമ്മ, ഞാൻ മൊത്തം തപ്പി എന്തൊരു ബഹളമായത് ഇവിടെ. എന്റെ ചാർജർ ഇത് ഞാൻ തരാനാ വന്നത്, കൊണ്ടുവെക്കാനാ വന്നേ. ഓ ഈ കഴുത എവിടെയും കൂടെ മറന്നു വെച്ചതായിരിക്കും അല്ലേ? വെല്ലം വിളിച്ചു പറയാൻ കേട്ടോ. ഞാൻ കഴിഞ്ഞൂടി സംസാരിച്ചോണ്ട് നിർത്തേ, അവൻ കൊണ്ടുവച്ചതൊന്നുമല്ല, ഞാൻ എവിടെ എടുത്തോണ്ട് പോയത്. എങ്ങനെ ഇരിക്കണ്? ഞാൻ പറഞ്ഞ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചെന്ന് എന്നിട്ട് കേട്ടാ ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഞാൻ പറഞ്ഞില്ല എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. നിന്റെ കൈരി പോണ്ടോ ഞാൻ അങ്ങനെയൊക്കെ സംശയിക്കണേ? നിന്റെ കാലും പോയി, നിനക്ക് എന്റെ കൈയും കാലും കൊടിയോടാ. അല്ല അമ്മുമ്മയ്ക്ക് എന്തിനാണ് എന്റെ ഫോണിന്റെ ചാർജർ? ശരിയാണല്ലേ? എടി എന്റെ ഫോണിന് ചാർജ് ഇല്ല, അപ്പൊ ഞാനിത് എടുത്തോണ്ട് പോയി കുത്തി നോക്കിയതാ. എനിക്കറിയാവോ ഈ കുന്ത്രണ്ടത്തെ കുത്തിയാ ചാർജ് കയറത്തില്ലെന്ന്. ഐഫോണിന്റെ ചാർജറും വെച്ചിട്ട് ആ ഫോണ് നേരെ അല്ലമ്മ, അമ്മയുടെ ഫോണിൽ എങ്ങനെ ചാർജ് ഉണ്ടാവണ? 24 hours നാട്ടുകാരെ മൊത്തം വിളിച്ച് കുശലാന്വേഷണമല്ലേ, പിന്നെ എങ്ങനെ ചാർജ് നിൽക്കണത്? ഞാൻ വിളിക്കുന്നതിന് നിനക്കെന്താ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ ഫോൺ അമ്മയുടെ കാശ്. നിന്റെ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. കുഴപ്പമുണ്ടാക്കാനാണോ ഇപ്പോ? നിനക്ക് എപ്പോ നോക്കിയാലും ഫോണിൽ എന്താണ്? എപ്പോ നോക്കി നീ അമ്മൂമ്മയ്ക്ക് ഓടിക്കടാ. നിന്നെ കണ്ട അമ്മൂമ്മ ചീത്തായത്. ചേച്ചി എന്നാലും ഒരുപാട് സങ്കടമുണ്ട് കേട്ടാ, ഇല്ലാത്തതിനെ എടുക്കാത്ത സാധനത്തിനെ കുറിച്ച്. ഓവറെ കഥ പോടാ. ഏറ്റില്ല ഇല്ല പിന്നെ അടുത്തോണ്ട് നോക്കാം. ചേട്ടാ എന്ത് എന്റെ സ്കൂളിൽ പറയാനൊരു കഥ. കഥയാ? ഓ നീ അന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മറന്നു. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇന്നൊരു വൈകിട്ട് കാലത്ത് തന്നെ സെറ്റ് ചെയ്ത് തരാം. കൊറേ നാളുകൊണ്ട് പറയുന്നതാണല്ലേ. ഞാൻ നിന്നെ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടോ? അതില്ല. പിന്നെന്തിനാ നീ അവിടെ ടെൻഷൻ അടിക്കണേ? നീ സ്മൂത്തായിട്ടിരി. ഞാൻ ഈ കഥ കണ്ടുപിടിക്കുന്നു, നിന്നെ പഠിപ്പിക്കുന്നു, നീ അവിടെ പോയി പറയുന്നു, ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നു, നിനക്കൊരു ഐസ്ക്രീം മേടിച്ച് തരും. രണ്ടുപേരോട് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കും. ഓക്കെ? ഐസ്ക്രീം ഇപ്പോൾ മേടിച്ചു തരുമോ? എന്നെ നീ ഫസ്റ്റ് പ്രൈസ് മേടിച്ചില്ല, കഥ പോലും പഠിച്ചില്ല, ദെൻ വൈ ഹൗ? നോക്കട്ടെ പോരെ? ഇറവൻ പറടേ എന്തേ എന്നാ അപ്പോ അല്ലടാ ഇതിപ്പം വരണമെന്നുണ്ട്, പക്ഷേ ഈ എക്സാമൊക്കെ അല്ലേ എടുക്കാൻ പോവല്ലേ, പോയി പഠിക്കണം. അങ്ങനെ അത് ഇവിടെ വന്നു പറ പറ്റൂ? നോക്കട്ടെ. ശരിടേ വരാടേ ഡേ. വരാം ചേർത്തോ അവിടെ തന്നെയല്ലേ കഴിഞ്ഞ നാൾ. ശരി വന്നേക്കാം. എല്ലാവർക്കും മനസ്സിലായി. അമ്മ എടുത്ത് പറയല്ലേ? ഐസ്ക്രീം വാങ്ങി തന്നെ ഞാൻ പറയില്ല. അയ്യോ ഇത് നല്ല കുട്ടി. എങ്ങനെ പോവും? ഇതാണ് ഞാനും ആലോചിക്കണം. എന്തായാലും ഭാഗ്യ ദൈവം ഏതായിരിക്കില്ലല്ലേ. നീ ബാ കൂടെ ഒന്നോണം. എന്നാ ബാ.